കാരണം കാറിനകത്തിരുന്ന് വീഡിയോകൾക്ക് എന്താ പറയുക റീച്ചുള്ളതാണ് എല്ലാവരും പറയുന്നത്. തിരുവല്ലയെ പറ്റിയൊരു ശ്രീപുരം പെങ്കൊച്ച് പറഞ്ഞില്ലേ, പട്ടിക്കാടാണെന്നുള്ള അഭിപ്രായം ഒരിക്കില്ല. അവർ പറഞ്ഞ ഒരു ആസ്പെക്ട് വളരെ കറക്റ്റാണ്. അതിൽ എത്ര വലിയ എന്താ പറയുക വലിയ അണ്ണന്മാരെ ഒന്ന് ന്യായീകരിച്ചാലും അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അവർ ആ രണ്ടാമത് പറഞ്ഞ ഒരു വീഡിയോയിൽ അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബഡ്ജറ്റായിട്ടുള്ള നല്ലൊരു ഫാമിലിക്ക് പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന ഫുഡുള്ള സ്പോട്ടൊന്നും തിരുവല്ലയിലില്ല. സത്യമാണ്. കാരണം ഞാനൊരു ഹോട്ടൽ ബേസ്ഡ് ആളാണ്. ഞാൻ ഒരു ഷെഫാണ്, കുക്കാണ്. 15 വർഷത്തോളം പലയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള, തിരുവല്ല ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പ്രീമിയം റെസ്റ്റോറൻറ്റുകളുണ്ട് തിരുവല്ലയിൽ തന്നെയുള്ള. ബ്ലാക്ക് ഫോർട്ട് എന്ന് പറയുന്ന പ്രീമിയം റെസ്റ്റോറൻറ്റ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഫുഡ്, നല്ല രീതിയിൽ ഗസ്റ്റ് ഒക്കെ പക്ഷേ ഒക്കെ പ്രീമിയമാണ്. പുള്ളിക്കാർ ഉദ്ദേശിക്കുന്ന പോലെ നാടൻ പുട്ടും ബീഫും അല്ലെങ്കിൽ ദോശ, തട്ട് ദോശ, ചമ്മന്തി അല്ലെങ്കിൽ ഒരു 100 രൂപ താഴെ 150 രൂപയ്ക്ക് കോമ്പോ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ കുറവാണ്. കാന്താരിയുണ്ട്, നമ്മുടെ പെരുന്തുരുത്തി ആ ഭാഗത്ത് അരമനയുണ്ട്, പല മന്തിക്കടകളുണ്ട്, അൽട്രാസി ഉൾപ്പെടെയുള്ള പല മന്തിക്കടകളുണ്ട്. അവർ പറഞ്ഞിടത്തുള്ള ബസ്സുകാരെ പക്ഷേ ഈ അൽട്രാസിയിലൊക്കെ നല്ല റേറ്റാണ്. അപ്പം ഇവിടെ ഒരു കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അങ്ങനത്തെ ഒരു കാണുന്ന ഒരു നാടൻ കടകളില്ല. ഒരു 100 രൂപയ്ക്കകത്ത് നല്ല ഊണ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 200 രൂപയ്ക്കകത്ത് നല്ലൊരു കോമ്പോ കിട്ടുന്ന, പൊറോട്ടയുടെ ബീഫിൻ്റെ നല്ല കോമ്പോ കിട്ടുന്ന അങ്ങനത്തെ ഒരു കടകളില്ല. ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. KFC ഉണ്ട്, ഡോമിനോസ് ഉണ്ട്, ബെൽജിയം ബാബ്ലേസ് ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ ഈ ഇറങ്ങിയേക്കുള്ള ബാംഗ്ലൂർ ജ്യൂസി ഉണ്ട്. ബാംഗ്ലൂർ ജ്യൂസി സത്യം പറഞ്ഞാൽ തിരുവല്ലയിൽ നല്ലൊരു സ്പോട്ട് ബാംഗ്ലൂർ ജ്യൂസിയാണ്. കാരണം അവിടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു 150 രൂപയ്ക്ക് അതിലൊരു അച്ഛനും അമ്മയും 2 മക്കളും ഒരു ചെറിയ ഫാമിലി കയറിയാൽ 200 രൂപയ്ക്കകത്തൊക്കെ ജ്യൂസ് കുടിക്കാം, കഴിക്കാം. 250 രൂപ മാക്സിമം ബഡ്ജറ്റ്. അങ്ങനത്തെ ഒരു ബഡ്ജറ്റുള്ള സ്ഥലം ഈ ബാംഗ്ലൂർ ജ്യൂസി, നമ്മുടെ മുത്തൂർ രാമചരയുള്ള ബാംഗ്ലൂർ ജ്യൂസി. ഇതല്ലാതെ വേറെ ഒരു സ്പോട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വൃത്തിയുള്ള നീറ്റായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ ബഡ്ജറ്റായിട്ടുള്ള സ്പോട്ടില്ല. അതവർ പറഞ്ഞ സത്യമാണ്. പിന്നെ അവർ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അവിടെ എല്ലാവരും ഭയങ്കര വില കൂടുതലാണ്. അവിടെയുള്ള സാധാരണക്കാർക്ക് ഈ വലിയ അള്ളന്മാർ വന്നിട്ട് തള്ളുന്നതാണ്. ഇപ്പം ഇവിടെ അവിടെയുള്ള സാധാരണക്കാരൊക്കെ തുണി വാങ്ങിക്കണമെങ്കിലോ പലചരക്ക് വാങ്ങിക്കണമെങ്കിലോ ചാലശ്ശേരിയാണ് പോകുന്നത്. ചെങ്ങന്നൂർ തൊട്ടുള്ള ആൾക്കാർ ചാലശ്ശേരിയാണ് പോകുന്നത്. കാരണം ഈ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു കല്യാണമുള്ള തുണി എടുക്കണമെങ്കിലും എല്ലാവരും ചങ്ങനാശ്ശേരിയാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർ പറഞ്ഞ സത്യമാണ്. പട്ടിക്കാടാണെന്നുള്ള അഭിപ്രായം ഒരിക്കില്ല. പക്ഷേ ഇതാണ് വസ്തുത. നല്ല ബഡ്ജറ്റായുള്ള ഫുഡ് സ്പോട്ടുകൾ തിരുവല്ലയിൽ ഇല്ല. അവിടെ ഈ ഹെവി ആയിട്ടുള്ള ഈ NRI ആൾക്കാർക്ക് പൈസ മുടക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ടുകൾ മാത്രമേ ഉള്ളൂ. സത്യമാണ്.